ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് FRP മാനുവൽ കവറിനെ കുറിച്ചാണ് ഡീറ്റെയിൽ പറയാൻ പോകുന്നത്. FRP എന്ന് പറയുന്നത് ഫൈബർ റെയിൻഫോഴ്സ്ഡ് പോളിമർ എന്നാണ് FRPയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. നമ്മൾ FRP മാനുവൽ കവർ ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ കാസ്റ്റൺ മാനുവൽ കവറാണ്. കാസ്റ്റൺ മാനുവൽ കവറിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഓപ്പണിങ്ങിന് വളരെ ബുദ്ധിമുട്ടാണ്, ഓപ്പൺ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ FRP ആകുമ്പോൾ വളരെ ഈസി യൂസുമാണ്. നമുക്ക് റേറ്റും കുറവാണ് ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, കാസ്റ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. നമുക്കതുപോലെ തന്നെ ഇപ്പോൾ എല്ലാവരും വളരെ ചീപ്പായിട്ട് നമുക്ക് സ്ലാബൊക്കെ അടിച്ചിടാറുണ്ട്. RCC ചെറിയ സ്ലാബൊക്കെ മാനുവൽ കവറിന് അടിച്ചിടാറുണ്ട്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും ഇത് വളരെ ചീപ്പാണ്. ഇതിന് ഏകദേശം 500 രൂപയേ ഉള്ളൂ നമ്മളെ FRP ഡോറിന് വരുന്നത്. FRP മാനുവൽ ഡോറിന് വരുന്നത് 500 രൂപക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം ഈ 45 റേറ്റ് എന്ന് പറയുന്നത് 500. ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 500 രൂപയാണ്. 45 FRP ഇതിൻ്റെ 500 രൂപയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ എബോ റേറ്റ് മാറിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ്. അതുപോലെ തന്നെ ഇത് IS കോഡ്, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് വെച്ചിട്ട് 1726 ഇത് പ്രതിപാദിക്കുന്നത്. അതുപോലെ തന്നെ A15 മുതൽ, എൻ്റെ കാറ്റഗറി എന്ന് പറയുമ്പോൾ A15 മുതൽ F900 വരെയാണ് കാറ്റഗറി. മീൻസ് അത് ഓരോ ലോഡ് ബെയറിംഗ് കണക്കാണ് അത് ഉദ്ദേശിക്കുന്നത്. അതായത് നടക്കുന്ന പാതയിൽ ഇടാനുള്ളത് 1.5 ടണ്ണ്. ഈ ടണ്ണെന്ന് ഉദ്ദേശിക്കുന്നത് കിലോ ന്യൂട്ടനാണ് ഉദ്ദേശിക്കുന്നത്. കിലോ ന്യൂട്ടൺ, അതായത് 1 കിലോ ന്യൂട്ടൺ എന്ന് പറയുമ്പോൾ 100 കിലോ. അപ്പോൾ 1.5 ടൺ എന്ന് പറയുമ്പോൾ ഏകദേശം 150 കിലോ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആരും മാറിപ്പോകരുത്. എല്ലാവരും ഈ ടണ്ണെന്ന് ഉദ്ദേശിക്കുമ്പോൾ നോർമൽ ടണ്ണേജ് നമ്മൾ ഭാരം ഉദ്ദേശിക്കും. ആ ഭാരമല്ല ഇത് കിലോ ന്യൂട്ടനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോഴും ഏകദേശം 40 ടൺ എന്നുള്ളതെന്ന് പറയുമ്പോൾ ഏകദേശം 4 ടൺ വരുന്നുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഇത് വരുന്നത്. അല്ലെങ്കിൽ നോർമൽ ടണ്ണേജ് അല്ല, എല്ലാം കിലോ ന്യൂട്ടനായിട്ടാണ് കൺവേർട്ട് ആവുന്നത്. ഇത് T എന്ന് എഴുതിയിട്ടുണ്ട്, പക്ഷേ അത് കിലോ ന്യൂട്ടനാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇത് മാക്സിമം നമുക്ക് യൂസ്ഫുള്ളായിട്ടുള്ള ഉപയോഗമുള്ള സ്ഥലങ്ങൾക്ക് ഇടാൻ പറ്റും. കാരണം നമുക്ക് സ്റ്റീൽ വെച്ചിട്ടായാലും പോലും നമ്മളിങ്ങനെ സ്റ്റീൽ ബാർ ചെയ്ത് ഷട്ടറൈസ് ചെയ്തപ്പോഴേക്കും ഒരുപാട് കോസ്റ്റിലോട്ട് കടന്നു പോകുന്നുണ്ട്. ഇതാകുമ്പോൾ നമ്മൾ ജസ്റ്റ് വാങ്ങുക, ഫിറ്റ് ചെയ്ത് പോകുക, അത് ലോങ് ലാസ്റ്റ് ആയിട്ട് കിടക്കുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഉപയോഗമായിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും ഇനി തൊട്ട് ഫ്യൂച്ചറിൽ എല്ലാം ഇത് ഉപയോഗിക്കാൻ നോക്കുക. ഇതിൻ്റെ റേറ്റ് വരുന്നത് 500 രൂപയേ ഉള്ളൂ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 500 രൂപ ടണ്ണിൻ്റെ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത്. ഓക്കെ.